നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന അതീവ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് BJP പാളയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള വിമർശനമല്ല, മറിച്ച് ക്ഷേത്ര ഭരണത്തിലും ആചാര സംരക്ഷണത്തിലും നടന്നുവെന്ന് പറയപ്പെടുന്ന വൻ അഴിമതിയിലേക്കും ക്രമക്കേടുകളിലേക്കുമാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. തന്ത്രി നിഷ്കളങ്കനല്ലെന്നും വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിശ്വാസികളെയും ദൈവത്തെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾക്ക് ആ സ്ഥാനത്ത് തുടരാനായിട്ട് അർഹതയില്ലെന്ന കർക്കശമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിലെ 4ാം ഖണ്ഡികയെ മുൻനിർത്തിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്റെ വാദങ്ങൾ നിരത്തുന്നത്. 2019 മെയ് 18 ശബരിമല ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ കേവലം ചെമ്പുപാളികൾ മാത്രമാണെന്ന് രേഖപ്പെടുത്തിയ വ്യാജ മഹസർ ചമച്ച സംഭവത്തിൽ 1ാം പ്രതി തന്ത്രിയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മുൻപ് 38 കിലോ തങ്കം ഉപയോഗിച്ച് ശ്രീകോവിൽ പൊതിയുന്ന സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നു തന്ത്രി എന്നത് ഇവിടെ കണക്കിലെടുക്കുമ്പോൾ സ്വർണത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന വാദം ഇവിടെ നിലനിൽക്കില്ല. മനഃപൂർവ്വം വ്യാജരേഖയുണ്ടാക്കിയത് സ്വർണ്ണക്കവർച്ചയ്ക്ക് കളമൊരുക്കാനാണെന്നും ഇത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രത്തിലെ ഏതൊരു മരാമത്ത് പണിക്കും തന്ത്രിയുടെ രേഖാമൂലമുള്ള അനുമതി ആവശ്യമാണെന്നിരിക്കെ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയത് ആചാര ലംഘനമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിയമപരമായിട്ടുള്ള അർത്ഥത്തിൽ പ്രതിഷ്ഠാമൂർത്തിയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ഗാർഡിയൻ അഥവാ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം തന്ത്രി ലംഘിച്ചുവെന്നാണ് ആരോപണം. കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള പോറ്റിയുമായി തന്ത്രിക്കുണ്ടായിരുന്ന ബന്ധം അദ്ദേഹം മറച്ചുവെച്ചതായിട്ടും പോറ്റിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്നെ തന്ത്രിയെയും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നുവെന്നും BJP നേതാവ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നു. പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ സ്വതന്ത്രനായിട്ട് വിഹരിക്കാൻ അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്ന ഗൗരവകരമായിട്ടുള്ള ആശങ്കയും ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. പണവും സ്വാധീനവും ഉപയോഗിച്ച് ആശുപത്രിവാസം ഉൾപ്പെടെയുള്ള നാടകങ്ങളിലൂടെ നിയമ നടപടികളിൽ നിന്ന് തന്ത്രി ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ക്ഷേത്ര സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ താനല്ല എന്ന വാദമുയർത്തി തന്ത്രിക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈകഴുകാൻ കഴിയില്ലെന്നും ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന നീക്കമാണിതെന്നുമാണ് BJP നേതാവിൻ്റെ പക്ഷം. എന്നാൽ ഈ കടന്നാക്രമണത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമുണ്ടോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ സംശയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ BJPയുടെ ഈ നീക്കമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സർക്കാരിനെതിരെ ഉയർന്ന ജനരോഷം തന്ത്രിക്കെതിരെയുള്ള വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ഭരണകൂടത്തിന് വലിയൊരു അളവിൽ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് BJP CPM അന്തർധാര എന്ന ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത്. ഏറ്റവും ഒടുവിൽ കേരളം ഉറ്റുനോക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ പോകുന്ന തുടർ ചലനങ്ങളെയാണ്. തന്ത്രിക്കെതിരെയുള്ള കേസ് ശക്തമാകുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള വലിയ ചർച്ചകളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറുമോ എന്നതാണ് പ്രധാന ആശങ്ക. ഭരണപക്ഷത്തെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ BJP ഒരു ലിങ്ക് ഇട്ട് കൊടുക്കുകയാണോ എന്ന സംശയവും ശക്തമാണ്. വിശ്വാസവും രാഷ്ട്രീയവും ഒരേപോലെ കലങ്ങിക്കിടക്കുന്ന ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഈ തന്ത്രി വിവാദം കാരണമായി മാറിയേക്കാം.